തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൽ ഈ കഫ് സിറപ്പിൽ അതായത് കോൾഡ് റിഫ് എന്ന് പറഞ്ഞ കഫ് സിറപ്പിൽ അതിൻ്റെ ഒരു ബോട്ടിലെടുത്താൽ അതിൽ 48.6% വോളിയം അത് ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്ന വിഷം ചേർന്നതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് വിഷം ആയ ഒരു വ്യവസായ രാസവസ്തു ആണത്. ഇൻഡസ്ട്രിയൽ പോയിസൺ ആണ്, വ്യവസായ രാസവസ്തു. ആരോഗ്യത്തിന് ഹാനികരമാണ് അത്. അപ്പോൾ കൺട്രോളർ, ഈ ഡ്രഗ്സ് കൺട്രോളർ മധ്യപ്രദേശിലെ ദിനേശ് മൗര്യ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ കണ്ടെത്തിയിട്ട് ഈ കോൾഡ് റിഫ് കണ്ടെത്തി നശിപ്പിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടെത്തി നശിപ്പിക്കും. ഇത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്, കണ്ടുകിട്ടുന്നത്, നശിപ്പിക്കുന്നത് ഒക്കെ. സാമ്പിളുകൾ പലതരം ഈ കഫ് സിറപ്പുകൾ പരീക്ഷണങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾക്ക് അയക്കുന്നതൊക്കെ ഒരാൾ വശം ആകണം എന്ന് നിയമത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ കൊടുത്തയച്ചാൽ, തപാലിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൃത്രിമം നടക്കാമല്ലോ. അപ്പോൾ ടെസ്റ്റിന് ലാബിലേക്ക് വിശ്വാസ്യതയുള്ള ഒരാളുടെ അടുത്ത് വേണം കൊടുത്തയക്കാൻ. അങ്ങനെയാണ് കൊടുക്കുന്നത്. മറ്റ് ബാച്ചുകളും ഇതിൻ്റെ പരീക്ഷണം നടത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.